പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ രാജപുത്രിയുടെ അത്ഭുതം നിറഞ്ഞ ചോദ്യം, ഗുൽസനോബർ കഥ. കുറേ മാംസവും തോൽസഞ്ചികളിൽ വെള്ളവും തയ്യാർ ചെയ്തതിനു ശേഷം അൽമാസ്റൂഹ് രാജകുമാരൻ കടൽക്കരയിലേക്ക് നടന്നു. ആനറാഞ്ചി പക്ഷിയുടെ തൂവൽ കരിച്ചു. അധികം താമസിച്ചില്ല, പക്ഷി അവിടെ എത്തിച്ചേർന്നു. കുമാരനെ മുതുകിലേറ്റി അത് തിരിച്ചു പറന്നു. 7 കടലും കടന്ന് ആനറാഞ്ചി പക്ഷിയുടെ താവളത്തിലെത്തിയ ശേഷം രാജകുമാരൻ പക്ഷി തനിക്ക് ചെയ്തു തന്ന സഹായത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു. പിന്നീട് അയാൾ എത്തിച്ചേർന്നത് രാക്ഷസന്മാരുടെ കോട്ടയിലാണ്. അവിടെ രാജപുത്രി കണ്ണുനട്ട് കാത്തിരിക്കുകയായിരുന്നു. അവളെ വിവാഹം കഴിക്കുകയും കുറച്ചു ദിവസം ഒന്നിച്ച് താമസിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നീട് അവർ എത്തിച്ചേർന്നത് മൃഗരാജൻ്റെ താവളത്തിലായിരുന്നു. സിംഹത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് രാജകുമാരനും പരിവാരവും ജമീലയുടെ മണിമാളികയിലെത്തി. രാജകുമാരന് യാത്രയ്ക്കുള്ള എല്ലാവിധ സഹായവും ചെയ്തതിന് പുറമെ മാൻ രൂപം മാറ്റി മനുഷ്യരൂപമാക്കി ജമീലയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും അവളോടൊത്ത് മധുവിധു ആഘോഷിക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾ അവിടെ താമസിച്ച ശേഷം 2 ഭാര്യമാരോടും കൂടി രാജകുമാരൻ വീണ്ടും പുറപ്പെട്ടു. അടുത്തതായി രാജകുമാരൻ എത്തിച്ചേർന്നത് ലത്തീഫ ബാനുവിൻ്റെ മാന്ത്രിക കൊട്ടാരത്തിലാണ്. അവളെ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് നായയ്ക്ക് എറിഞ്ഞു കൊടുക്കണമെന്നായിരുന്നു രാജകുമാരൻ്റെ ഉദ്ദേശം. പക്ഷേ ജമീൽ അതിന് സമ്മതിച്ചില്ല. ലത്തീഫ ബാനു പേടിച്ചു വിറച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. മേലാൽ ദുർമന്ത്രവാദം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തപ്പോൾ രാജകുമാരൻ അവൾക്ക് മാപ്പ് കൊടുത്തു. ലത്തീഫ ബാനുവിൻ്റെ ദുർമന്ത്രവാദത്തിനിരയായി മനുഷ്യർ മാനുകളായി മേഞ്ഞു നടക്കുന്നു. രാജകുമാരന്മാരെ മോചിപ്പിക്കുകയും അവരവരുടെ നാടുകളിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ നിന്ന് അനവധി മുതലുകളോടും അനുയായികളോടും കൂടി വീണ്ടും യാത്ര തുടർന്നു. നാളുകൾക്ക് ശേഷം രാജകുമാരനും പരിവാരവും കൈമൂസ് രാജാവിൻ്റെ കോട്ടയുടെ മുമ്പിൽ താവളമടിച്ചു. രാജകുമാരൻ കോട്ടയുടെ പുറത്തു ചെന്ന് പെരുമ്പറയിൽ ശക്തിയായി അടിച്ചു. ഉടൻ തന്നെ കുമാരനെ തേടി പറാവുകാരെത്തുകയും അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. രാജകുമാരൻ്റെ മുഖശ്രീയും മിടുമിടുക്കും കണ്ട് കൈമൂസ് രാജാവിന് സങ്കടം തോന്നി. ഈ യുവാവിന് തൻ്റെ മകളുടെ ക്രൂരതയ്ക്ക് ഇരയായി തീരുമല്ലോ എന്നോർത്ത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, യുവാവേ, എന്തിനിങ്ങോട്ട് വന്നു? തൻ്റെ മകളുടെ ചോദ്യത്തിന് ആർക്കും മറുപടി പറയാനാവുകയില്ല. അവളുടെ ക്രൂര വിനോദത്തിന് ഇരയാകുന്നത് എന്തിനാണ്? പോകൂ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകൂ. ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല. നിങ്ങളുടെ മകളുമായിരുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാണ്. പ്രേമം തലക്കു കയറിയ പലരും പുലമ്പുന്ന യുവാക്കളെ മാത്രമേ കൈമൂസ് രാജാവ് കണ്ടിട്ടുള്ളൂ. അതിൽ ഒരുവനായി മാത്രമേ രാജകുമാരനെയും അയാൾ കണ്ടുള്ളൂ. അതുകൊണ്ട് സഹതാപം തോന്നി. അവൻ്റെ വിധിയും അങ്ങനെയായിരിക്കും എന്ന് സമാധാനിച്ചു മകളുടെ സമീപത്തേക്ക് അയച്ചു. മഹ്റംഗീസ് രാജകുമാരി പുതിയൊരു ഇരയെ കിട്ടി സന്തോഷത്തോടെ ഒന്ന് ഞെളിഞ്ഞിരുന്നു. കുമാരി, എന്താണ് നിങ്ങളുടെ ചോദ്യം? വേഗം പറയൂ, എനിക്കറിയാൻ വെമ്പലായി. ഹേ യുവാവേ, എന്താണ് മരിക്കാനിത്ര മോഹം? ആരാണ് മരിക്കേണ്ടതെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ ചോദ്യം എന്താണെന്ന് പറയൂ. എന്നാൽ കേട്ടോളൂ. ഗുൽ എന്ന സ്ത്രീ സനോബ് രാജാവിനോട് എന്തു ചെയ്തു? ഗുൽ എന്തു ചെയ്താലും അവൾക്കതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കുന്നു. ഇനി നീ ചെയ്തതിന് നിനക്ക് പ്രതിഫലം കിട്ടണം. ജനസമൂഹത്തിൽ നീ നാണം കെടണം. നിങ്ങളെന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാക്കിത്തരാം, പക്ഷേ ഇവിടെ വെച്ചല്ല. നിൻ്റെ പിതാവിനോട് പറഞ്ഞ് നാളെ ഒരു രാജസദസ്സ് വിളിപ്പിക്ക്. എന്നിട്ടാകാം. അങ്ങനെ അന്നവർ പിരിഞ്ഞു.